വിധിക്കുന്ന വ്യക്തികളെയല്ല, കുറ്റപ്പെടുത്തുന്ന വ്യക്തികളെയല്ല, മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെയാണ് എന്നിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പത്രോസിനോട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവര് പലുത്തരം പറയുന്നുണ്ട്. അവസാനം നിങ്ങൾ എന്താണ് ഉത്തരം പറയുന്നത് പറഞ്ഞപ്പോൾ പത്രോസ് വ്യക്തമായിട്ട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. തമ്പുരാൻ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. എന്നെ മനസ്സിലാക്കുന്ന ശിഷ്യന്മാര് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ്. എന്നെ മനസ്സിലാക്കുന്ന വ്യക്തികൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന ഈ വ്യക്തികൾ എന്നെ അറിയുന്നു, എന്നെ മനസ്സിലാക്കുന്നു. ഇത് തന്നെ എൻ്റെ കുടുംബത്തിലൊന്ന് ചിന്തിച്ചു നോക്കി. കുറ്റപ്പെടുത്തുന്ന വിധിക്കുന്ന ഭാര്യയല്ല, മനസ്സിലാക്കുന്ന ഭാര്യയെ വേണ്ടത്. കുറ്റപ്പെടുത്തുന്ന വിധിക്കുന്ന ഭർത്താവിനെയല്ല, മനസ്സിലാക്കുന്ന ഭർത്താവിനെ നമുക്ക് വേണ്ടത്. അതുപോലെ കുറ്റപ്പെടുത്തുന്ന വിധിക്കുന്ന മാതാപിതാക്കളെയല്ല, മനസ്സിലാക്കുന്ന മാതാപിതാക്കളെയാണ് മക്കൾക്ക് വേണ്ടത്. ഇങ്ങനെ മനസ്സിലാക്കുന്ന വ്യക്തികൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷമായിരിക്കും ജീവിക്കാൻ, അല്ലെങ്കിൽ അസമാധാനമായിരിക്കും. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. എന്ത് ആശ്വാസമായിരിക്കും അറിയാമോ? അവിടെ നുണ എന്നൊരു വാക്കുണ്ടാക്കില്ല. ഈ നുണ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? എന്നെ മനസ്സിലാക്കാത്ത അപ്പനും അമ്മയും ഉള്ളതുകൊണ്ട്, ഭാര്യയുള്ളതുകൊണ്ട്, മുൻവിധികൾ കൊണ്ട് എന്നെ എൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത് കൊണ്ട്. അതുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ ശിഷ്യര് മനസ്സിലാക്കിയതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ഭർത്താവിനെ എന്തോരം ഞാൻ പീഡിപ്പിക്കുന്നുണ്ട്, എൻ്റെ ഭാര്യയെ ഞാൻ എന്തോരം വേദനിപ്പിക്കുന്നുണ്ട്, എൻ്റെ മക്കളെ ഞാൻ എന്തോരം വേദനിപ്പിക്കേണ്ടത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മനസ്സിലാക്കുന്നൊരു വ്യക്തിത്വം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്കൊന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് തരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാം.